ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, 26-ാം തീയതി ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ തിരുനാളായിരുന്നല്ലോ. ഷെസ്റ്റോക്കോവ മാതാവിനെക്കുറിച്ച് വീഡിയോയിലൂടെ കാണിച്ചു തന്നപ്പോൾ അനേകം മക്കൾ പറഞ്ഞു, ഇത് ഞങ്ങൾ അറിയാത്തൊരു കാര്യമായിരുന്നു, ഇപ്പം ഞങ്ങൾ ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ 26-ാം തീയതി പ്രാർത്ഥിച്ചൊരുങ്ങിയവർക്ക് പരിശുദ്ധ അമ്മ ഷെസ്റ്റോക്കോവായിലെ രാജ്ഞി ലൂക്കാസ് വിശേഷകൻ അമ്മയെ നേരിട്ട് കണ്ട് വരച്ച ചിത്രങ്ങളിലൊന്ന്. അമ്മ മാതാവ് കുറേ മക്കൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കൊടുത്തു. വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. നിങ്ങൾ വിചാരിക്കരുത് കിഴക്ക് ഉദിച്ച സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു അങ്ങനെ ഒരു അത്ഭുതമല്ല. എങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഷെസ്റ്റോക്കോവ മാതാവേ, ഇന്ന് നിൻ്റെ തിരുനാളല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോൾ മാതാവ് സാധിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളി ഇംഗ്ലണ്ടിലെ സെൻറ്റ് മേരി എന്ന് പറയുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ നൊവേന ചൊല്ലുകയും ആ മാതാവിൻ്റെ തിരുനാൾ ദിവസം അത് തിരുനാളായി ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു മകൻ ഞാൻ ഷെസ്റ്റോക്കോവ മാതാവിനെ കുറിച്ച് ഇട്ടപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഈ പള്ളിയിൽ ഈ ഫോട്ടോ വെച്ച് പ്രാർത്ഥന തുടങ്ങുമ്പോഴാണ് അറിയുന്നത്, ഇത് ചേച്ചി വീഡിയോയിൽ പറഞ്ഞ മാതാവാണല്ലോ. അപ്പോൾ അദ്ദേഹം എടുത്ത വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആദ്യം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ ഷെസ്റ്റോക്കോവ മാതാവുണ്ടല്ലോ, ഭയങ്കര അത്ഭുത പ്രവർത്തിക്കുകയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മാതാവിൻ്റെ അറിയപ്പെടാത്ത അത്ഭുതങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എല്ലായിടത്തും ജീവൻ പോയി മരിച്ചവരാണ് ഉയർക്കുന്നത്. മരിച്ചവരിങ്ങനെ ഉയർത്തുകൊണ്ടിരിക്കുക, ഛിന്ന ഭിന്നമായ ശരീരങ്ങളൊക്കെ ഒന്നായിക്കൊണ്ടിരിക്കുക. ഈ ഷെസ്റ്റോക്കോവ മാതാവ് എന്തുമാത്രം അത്ഭുതങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? പക്ഷേ എന്തുകൊണ്ടോ നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. പോളണ്ടിലെ രാജ്ഞിയായിട്ട് അവർ കരുതുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാത്തത്, ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇപ്പോഴാണ് ഞാനത് അറിയുന്നത്. ഈ മരിച്ചിട്ട് ഉയർത്തു എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും വെറുതെ എഴുതിയുണ്ടാക്കുന്നതല്ല. ചരിത്രത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഖനിത്തൊഴിലാളി മരിച്ചതും അങ്ങനെ ആ കൊലപാതകങ്ങൾ നടന്ന് 3 പേരും എഴുന്നേറ്റിരുന്നതും എല്ലാം. പ്രിയ സഹോദരങ്ങളെ, ഇനിയുണ്ട് മാതാവിൻ്റെ അത്ഭുതങ്ങൾ. ഞാനത് വഴിയെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് അത് മുഴുവനും അറിയിച്ചു തരും. ഈ ഷെസ്റ്റോക്കോവ മാതാവിനോട് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ഓൺ ദ സ്പോട്ടിൽ അത്ഭുതം നടക്കും. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എൻ്റെ ജീവിതത്തിലുണ്ടായി ഒരു കൊച്ചു കാര്യങ്ങൾ അത്ഭുതമല്ല. അത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും, ഈ ആലിസേച്ചിക്ക് ശരിക്കും മരിക്കാറായപ്പോൾ വട്ടായിട്ടുണ്ടെന്ന്. അങ്ങനെയാണ്, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ചോദിക്കുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നിനും ചോദിക്കാനേ ഇല്ല. നിത്യജീവനാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം നിങ്ങൾ കണ്ടു, എന്തൊരു ഭംഗിയുള്ള പള്ളിയല്ലേ. വളരെ പഴക്കമുള്ള പള്ളിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം അവിടെ ആളുകളൊന്നുമില്ല. നമ്മുടെ കുർബാനയും നമ്മുടെ പള്ളികളൊക്കെ അടച്ച് പൂട്ടി മുദ്ര വയ്ക്കുന്ന ബാറുകളാകുന്ന സമയം വന്നു കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, വരുന്നു എന്നല്ല, വന്നു കഴിഞ്ഞു. ഈ പള്ളി തുറന്നിട്ടുള്ള പള്ളിയാണ്, പക്ഷേ ചുരുക്കം കുറച്ച് പേരെ കുർബാനയ്ക്കുള്ളൂ. ഒരു കുർബാന ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ആദ്യകാലങ്ങളിലൊക്കെ 4-5 കുർബാന ഉണ്ടായിരുന്ന പള്ളികളാണ്. ഇപ്പോൾ പള്ളികളൊക്കെ ഇങ്ങനെ ഡെഡായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് വേഗമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ വന്നു കഴിയുമ്പോൾ എല്ലാതും ശരിയാക്കിയോളും. അതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കടലും വെള്ളവും ഒക്കെ മരതകം പോലെ തിളങ്ങി ശുദ്ധമുള്ള വെള്ളമാവും. ഈ ഭൂമി മുഴുവൻ ശുദ്ധീകരിക്കാൻ മാലാഖമാർ വരും. അങ്ങനെയൊക്കെയാണ്. അണിഞ്ഞൊരുങ്ങിയ ജെറുസലേം പോലെയാവും ഈ ഭൂമി തന്നെയാണ് സ്വർഗ്ഗമായി മാറുക. അപ്പോൾ ലോകം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നിത്യജീവൻ. പിതാവിനോടൊത്ത് നമ്മൾ വസിക്കുന്ന ഈ പരദീസിയായി മാറ്റും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് 2ാമത്തെ വരവിൽ വരും. സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാ പള്ളികളും അടച്ച് പൂട്ടുകയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ വരുമ്പോൾ
മനസ്സിലാക്കണം, ഈശോയുടെ വരവ് അടുത്ത് കഴിഞ്ഞു. ആ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ പള്ളി നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഷെസ്റ്റോക്കോവ മാതാവിന് എൻ്റെ പെരുന്നാൾ അവർ ആഘോഷിച്ചത്. ഞാൻ നമ്മുടെ നാട്ടിൽ ഈ ഷെസ്റ്റോക്കോവ മാതാവിനെക്കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ കുറേ മക്കൾ ഇരുന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. അതിൽ 2-3 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒരു കാര്യം ഉണ്ടായത്, ഒരു മകൾ ഈ ഷെസ്റ്റോക്കോവ മാതാവിനെക്കുറിച്ച് കേട്ടിട്ട് അങ്ങനെ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഈ മകൾ കിടക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണത് മെസ്സേജ് വായിച്ചത്. കിടക്കുന്ന സമയത്ത് ചെറുതായിട്ട് മയങ്ങി. അപ്പോൾ ഒരു സ്വപ്ന ദർശനം പോലെ ഒരു സ്കൂട്ടിയുമേ തൊട്ടപ്പുറത്തുള്ള ഒരു പെൺകുട്ടി ഇവളെ കാണാൻ വരികയാണ്, ഈ മകളെ കാണാൻ. അപ്പോൾ ആ കുട്ടി ഇത്തിരി നിറം കുറഞ്ഞ കുട്ടിയാണ്. അങ്ങനെ ഈ കുട്ടി വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ മുഖഭാവമാകെ മാറി. പിന്നീട് ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ മുഖമായിട്ട് മാറുകയാണ്. എന്നിട്ട് ആ മാതാവ് അവിടെ വന്ന് പറഞ്ഞു, ഐ ആം മെഡോണ, പ്രേ എന്ന് പറഞ്ഞു എന്ന്. എനിക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം പോളണ്ടിലെ രാജ്ഞി ഷെസ്റ്റോക്കോവ ഞാൻ ആ രാജ്ഞിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പരിശുദ്ധ അമ്മ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച അനേകം മക്കൾക്ക് ഓരോ ചെറിയ അടയാളങ്ങൾ കൊടുത്തു. ഇങ്ങനെ പറഞ്ഞ് ഐ ആം മെഡോണ എന്ന് പറഞ്ഞ് പ്രേ എന്ന് പറഞ്ഞ് ആ ആൾ ഇറങ്ങിപ്പോയപ്പോഴേക്കും ഈ കുട്ടി കണ്ണു തോന്നും. അങ്ങനെ ഒരു വലിയ അനുഭവം അവർക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ മറ്റൊരു അനുഭവം, ഷെസ്റ്റോക്കോവ മാതാവേ എൻ്റെ മകൻ്റെ ഇന്ന ഒരു കാര്യം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അത് വലിയ അത്ഭുതകരമായിട്ട് ആ കാര്യം നടന്നു എന്ന് അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ തിരുനാൾ ദിവസം ഒരു കൊച്ചു മകൾ പ്രാർത്ഥിച്ചു. അമ്മയും മകളും വിധവയായി ചെറുപ്പത്തിൽ. അപ്പോൾ അമ്മയും മകളും പ്രാർത്ഥിച്ചു, ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും, മോള് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മോളോട് ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിച്ച് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മരിച്ചുപോയ ബാപ്പേനെ കാണിച്ചു തരണം. ഇവളുടെ ബാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പോൾ ഇവർ ചെറുപ്പത്തിലെ വിധവയായ പെൺകുട്ടിയാണ് ഇവളുടെ അമ്മ. അപ്പോൾ ഇവർ ഇത് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം എഴുന്നേറ്റപ്പോൾ ആ കൊച്ചുമോള് പറയാണ്, അമ്മേ ഞാൻ എൻ്റെ ബാപ്പേനെ കണ്ടു സ്വപ്നത്തിൽ. ബാപ്പ ഇങ്ങോട്ട് വന്ന് നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നു, എവിടേക്കോ പർച്ചേസ് ചെയ്യാനൊക്കെ പോകുന്നതായിട്ട് കണ്ടു എന്ന്. ഭയങ്കര സന്തോഷമായി. ഷെസ്റ്റോക്കോവ മാതാവ് കൊടുത്ത അത്ഭുതങ്ങൾ. പിന്നെ ഈ പാവം ആലിസേച്ചി ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ തിരുനാൾ ദിവസം 26-ാം തീയതി ആയിരുന്നല്ലോ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ തിരുനാൾ. അപ്പോൾ ഈ മാതാവിൻ്റെ തിരുനാൾ ബുധനാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, ഷെസ്റ്റോക്കോവ മാതാവേ എന്നെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞ്. ഞാനങ്ങനെ വെളിപ്പാടത്ത് ബുധനാഴ്ച ദിവസം വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പോകുന്നുണ്ടായിരുന്നു. 7-ാമത്തെ ആഴ്ചയാണ്. ആ സമയത്ത് അന്ന് കുർബാന ഉണ്ടായിരുന്നില്ല, ഓണം ആയതുകൊണ്ട് കുർബാനയുണ്ട്, ഊട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ മെഴുകുതിരി കത്തിക്കാനായിട്ട് ആരും ഇല്ല. കാരണം മെഴുകുതിരിയുടെ സ്റ്റോൾ അടച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലായ്പ്പോഴും എൻ്റെ ബാഗിൽ മെഴുകുതിരി ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ മെഴുകുതിരി ഞാൻ രാവിലെ തന്നെ ഒരു പള്ളിയിൽ കത്തിച്ചിട്ടാണ് പോയത്. അപ്പോൾ മെഴുകുതിരി ഇല്ല. എനിക്ക് സങ്കടമായി. ഞാൻ എപ്പോഴും മെഴുകുതിരി കത്തിക്കാമെന്ന് നേർന്നിട്ടുള്ളത് 7-ാമത്തെ ബുധനാഴ്ച എനിക്ക് കത്തിക്കാൻ മെഴുകുതിരി ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ അകലെ നോക്കിയപ്പോൾ ഔസേപ്പിതാവിൻ്റെ അവിടെ മെഴുകുതിരി സ്റ്റാൻഡിൽ മെഴുകുതിരികൾ, നല്ല വലിയ മെഴുകുതിരികൾ കുത്തി വെച്ചിട്ടുണ്ട്. കത്തിച്ചിട്ടില്ല. അതോ കെട്ടുപോയതാണോ അറിഞ്ഞുകൂടാ. അപ്പം എനിക്കൊരു പതിവുണ്ട്, ഏത് പള്ളിയിൽ ചെന്നാലും ഒരൊറ്റ മെഴുകുതിരി കത്താണ്ട് നിൽക്കുക എന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ മെഴുകുതിരികളും ഞാനുള്ളപ്പോൾ കത്തിച്ചിട്ടേ ഞാൻ അങ്ങോട്ട് പോരും. അതെൻ്റെ എന്തോ ഒരു സ്വഭാവമാണ്. എനിക്കറിഞ്ഞുകൂടാ അതെന്തുകൊണ്ടാണ്. കത്താതെ നിൽക്കുന്ന മെഴുകുതിരി കണ്ടാൽ ഉടനെ കത്തിക്കില്ല. അങ്ങനെ കത്തിച്ചിട്ടേ പോരുള്ളൂ. ഇപ്പോൾ ബുധനാഴ്ച ചെന്നപ്പോൾ മെഴുകുതിരിയും ഇല്ല എൻ്റെ കയ്യിൽ. അവിടെ ചെന്നപ്പോൾ മെഴുകുതിരികൾ കുത്തി റെഡിക്ക് എനിക്ക് കത്തിക്കാൻ പാകത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബാഗിൽ അന്ന് ലൈറ്ററില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അകലെയാണ് നിൽക്കുന്നത്, ഔസേപ്പിതാവിൻ്റെ അവിടെ നിന്ന് നീങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാനതിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഷെസ്റ്റോക്കോവ മാതാവേ, ഈ മെഴുകുതിരി ഒന്ന് കത്തിക്കാൻ ഇനി ലൈറ്റർ എവിടെ ഉണ്ടാവുക?
അവിടെ ഒരു ലൈറ്റർ എങ്ങനെയെങ്കിലും ഒരു മുക്കിലിരിക്കണ കണ്ടാൽ നീ തന്നെയാണത് കൊണ്ടുവച്ചതെന്ന് ഞാൻ വിചാരിക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ പോയി. അങ്ങനെ പോയി വന്നപ്പോൾ കറക്റ്റ് ഒരു മുക്കിൽ ഒരു ലൈറ്റർ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചത് അത് ഡെഡായിപ്പോയ ലൈറ്ററായിരിക്കുന്നു. എന്തായാലും ഞാനതെടുത്ത് മെഴുകുതിരി ഉള്ളിൽ കത്തിച്ച് പോന്നു. അങ്ങനെ ഷെസ്റ്റോക്കോവ മാതാവ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. അതിനേക്കാൾ വേറൊരു കാര്യം ഇന്ന് ഉണ്ടായതാണ്. ഇന്ന് പറയുമ്പോൾ ഞാൻ ഈ ഓഡിയോ നിങ്ങൾക്ക് അയക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് 27-ാം തീയതിയാണ്, വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ച ഞാൻ ഷെസ്റ്റോക്കോവ മാതാവിനെ വീണ്ടും ഒന്ന് പരീക്ഷിച്ചു. ഞാനിന്ന് കുർബാനയ്ക്ക് പോയപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസമാണല്ലോ വ്യാഴാഴ്ച. അതുകൊണ്ട് ഞാൻ എന്നും അത് ഓർത്തിട്ട് വെള്ളയപ്പം, ഗോതമ്പപ്പം, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യം അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ച് വൈറ്റ് സാരി എടുത്താൽ പോവാറ്. ഇതും മറ്റൊരു വട്ടാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഞാനങ്ങനെ എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ ഞാനതൊക്കെ ചെയ്യും. അങ്ങനെ ഞാനങ്ങനെ പോയി ഇടവക പള്ളിയിൽ നിന്ന് കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, ഇന്നലെ മെഴുകുതിരി കത്തിക്കാൻ ലൈറ്റർ തന്നല്ലോ. ഷെസ്റ്റോക്കോവ മാതാവേ, എനിക്കിത് വലിയ അത്ഭുതമാണ്. വേറെ വലിയ കാര്യങ്ങളൊന്നും എനിക്കുണ്ടാവണ്ട. ഞാൻ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ സംഭവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ അൾത്താരയിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാ പുത്ര പവിത്രാത്മനെ, എനിക്കിനി യാതൊന്നും ചോദിക്കാനില്ല, എനിക്ക് ഇനി പരിശുദ്ധാത്മാവിനെ മാത്രം മതി. അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ നിമിഷം വികാരി അച്ഛൻ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വളരെ അതിശയമായല്ലോ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനും ആ പ്രാർത്ഥനയിൽ തന്നെയാണല്ലോ വന്ന് പെട്ടിരിക്കുക. അത് അച്ഛൻ കുർബാനയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് എങ്ങനെയോ ഞാനാ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിനെ മാത്രം മതി മാതാവേ. ഷെസ്റ്റോക്കോവ മാതാവേ, നീ എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിലവിളി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കിതൊന്ന് മനസ്സിലാക്കി തരണേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാൻ വീണ്ടും പറയുകയാണ്, ചേച്ചിക്ക് വട്ടായി എന്ന് പറയരുത്. ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ അൾത്താരയുടെ ആ വലിയ ആർച്ചിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പോലെ തന്നെ ഒരു വെള്ളപ്രാവ് വന്നിരിക്കുന്നു. സൈലൻ്റായിട്ട് അവിടെ വന്നിരിക്കുക. എനിക്ക് ഭയങ്കര അതിശയമായി. ഞങ്ങളുടെ പള്ളിയുടെ മുകൾ ഭാഗത്ത് പ്രാവുകളുണ്ട്, പക്ഷെ വെള്ളപ്രാവുകൾ കണ്ടിട്ടില്ല. ഏഷ് കളറുള്ള നിറം കുറഞ്ഞ പ്രാവുകളാണ് അവിടെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ അകത്തേക്ക് ഇങ്ങനെ വരാറില്ല. വന്നിട്ടുള്ളത് പണ്ട് വരാറുള്ളത് ഈ ബ്രൗൺ കളറുള്ള പ്രാവുകളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെള്ളപ്രാവ് അൾത്താരയുടെ മുകളിൽ വന്നിങ്ങനെ ഇരിക്കുക. അൾത്താരയുടെ മുകളിലത്തെ ഒരു വലിയൊരു ആർച്ചുണ്ട്, അവിടെ വന്നിരിക്കുക. ഞാനപ്പോൾ ഷെസ്റ്റോക്കോവ മാതാവിനോട് നന്ദി പറഞ്ഞു. അത് ശരിക്കും പ്രാവ് വന്നതാകാം, എനിക്ക് അതിൽ വേറെ സംശയമൊന്നുമില്ല. എനിക്കറിയില്ല, അത് പറന്നു വരുന്നത് ഞാൻ കണ്ടില്ല. അത് അവിടെ ഇരിക്കുക ഇങ്ങനെ സൈലൻ്റായിട്ട്. ഇത് എന്നെ തന്നെയാണോ നോക്കുന്നതെന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണല്ലോ. എന്തായാലും ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ലേ ഇതിനെ കണ്ടേ. ഞാൻ പള്ളിയിൽ മറ്റുള്ളവരുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കി, പക്ഷെ ഒരാളും ഈ പ്രാവിനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത്, ദൈവം ഇത് ഞാൻ മാത്രമാണോ കാണുന്നത്? പക്ഷേ ഇത് അങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോൾ കാണുന്ന ദർശനമൊന്നുമല്ല, ഞാൻ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനകൾ ഇങ്ങനെ നമ്മൾ കുർബാനയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് റുഹാദുദാസ്തംബരാനെ എന്നിൽ വന്ന് നിറയണമേ, എൻ്റെ പാപങ്ങൾ കർത്താവെ എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ നീ പരിശുദ്ധാത്മാവിനെ അയക്കണേ എന്നൊക്കെ എനിക്ക് എന്താണോ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണല്ലോ. ഷെസ്റ്റോക്കോവ മാതാവേ, ഈ പ്രാവ് ഒന്ന് പറന്ന് എൻ്റെ അടുത്തേക്കൊന്ന് വന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായി എന്നു. കൂട്ടുകാരെ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടായ സംഭവമാണ്. ആ പ്രാവ് അവിടെ നിന്ന് പറന്ന് ചുറ്റും മുകളിൽ വന്ന് വട്ടമിട്ട് പറക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഇപ്പം ഇതിനെ ഓടിപ്പിക്കുമോ, അല്ലെങ്കിൽ വികാരിച്ച് ഇപ്പം നോക്കുമോ എന്നൊക്കെ. പക്ഷേ ഞാൻ ഈ ആളുകൾ നോക്കുമ്പോൾ ഇവരൊന്നും ഇത് ഈ പ്രാവ് പറക്കുന്നത് നോക്കണില്ല. ഞാൻ മാത്രമേ ഇത് നോക്കണുള്ളൂ, മറ്റാരും ഇത് കണ്ടിട്ടില്ല.
എനിക്ക് തോന്നുന്നു അവരുടെ നിൽപ്പ് കണ്ടിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രാവ് പറക്കുമ്പോൾ അയ്യോ പ്രാവ് കയറിയോ അങ്ങനെ നോക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷെസ്റ്റോക്കോവ മാതാവ് പ്രാവിനെ കാണിച്ചു തന്നു. പ്രാവിൻ്റെ മുകളിൽ ഇങ്ങനെ പറക്കുന്നത് കാണിച്ചു തന്നു. പിന്നെ എനിക്ക് പേടിയായി. ഞാൻ ദൈവം ഈ പ്രാവ് അവിടെ തന്നെ പോയിരുന്നോട്ടെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പ്രാവ് അവിടെ പോയിട്ട് ആ ആർച്ചിൻ്റെ മുകളിലിരുന്നു. അതിലും വലിയ അത്ഭുതം, ഞാനിങ്ങനെ പ്രാവിനെ നോക്കിക്കൊണ്ട് തന്നെയാണിരുന്നത്. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ നോക്കുമ്പോൾ ഈ പ്രാവ് അവിടെ കാണാനില്ല. പ്രാവ് പറന്നു പോയിട്ടില്ല. പറന്നു പോയെങ്കിൽ എല്ലാവരും നോക്കിയേനെ. പക്ഷെ പ്രാവ് പോയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കൊച്ചു കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ സാധിപ്പിച്ചു തരും. ഞാൻ ഷെസ്റ്റോക്കോവ മാതാവിനോട് ഇങ്ങനെയാണ് പറഞ്ഞ്, ഷെസ്റ്റോക്കോവ മാതാവെ, പോളണ്ടിൽ എന്തുമാത്രം അത്ഭുതം നീ ചെയ്തേക്കണേ, ജാസ്നോഗോരയിൽ എത്ര അത്ഭുതങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഞാനിത് ഓഡിയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. മരിച്ചവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. മരിച്ച് ചിന്ന ഭിന്നമായി കിടന്ന ശരീരങ്ങളൊക്കെ ഒന്നിച്ച് ജനങ്ങളുടെ ഇടയിലാണിത് നടക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളൊന്നുമല്ല. ഇത് അനേകം മക്കൾ നിൽക്കുന്ന സമയത്താണ് ഈ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടോ നമ്മളത് അറിഞ്ഞിട്ടില്ല. പോളണ്ടിൽ നടന്നതായതുകൊണ്ടാകാം. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ വലിയ അത്ഭുതമൊന്നും നടത്തണ്ട, എനിക്കൊരു കൊച്ചു കാര്യം ഇങ്ങനെ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പ്രാർത്ഥന ഫലിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് അടയാളം കിട്ടി. എനിക്കും ഒരു അടയാളമായിട്ട് ഇത് ഇങ്ങനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രതിഭാസങ്ങളാണ് ഇത്. കൂട്ടുകാരെ, നിങ്ങൾ എന്നെ കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടാകും. കാരണം ഈ ആലിസേച്ചി ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് ഇത് മരിക്കാറായപ്പോഴേക്കും ഇതിന് വേറെ എന്തൊക്കെയോ പ്രശ്നം വന്നു. ഒന്നുമില്ല കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഞാൻ വലിയ സന്തോഷത്തിലായിട്ട് ഞാനിവിടെ വന്ന് മെസ്സേജ് നോക്കിയപ്പോഴാണ് ഷെസ്റ്റോക്കോവ മാതാവ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെയും 1-2 കാര്യങ്ങളൊക്കെ മെസ്സേജിൽ വന്നിരുന്നു, ഞാൻ വായിച്ചിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അത് മറന്നുപോയി. പിന്നെ അത് ആരുടെ വാട്സപ്പിലാണ് വന്നതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ മറന്നുപോയി. പെട്ടെന്ന് കാര്യങ്ങൾ മറക്കുകയാണ്. കൂട്ടുകാരെ, ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫ്രാൻസിസ് ഏട്ടൻ വീട്ടിൽ അവിടെ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആളോട് ചോദിച്ചു, ഇന്ന് രാവിലെ നമ്മുടെ പള്ളിയിൽ ഒരു പ്രാവ് വന്നിരുന്നത് നിങ്ങൾ കണ്ടോ എന്ന്. ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ആളാദ്യം ഒന്നും മിണ്ടിയില്ല, ഭയങ്കര എഴുത്താണ്. രണ്ടാമത് ഞാൻ ചോദിച്ചു, ഒരു പ്രാവ് വന്നിരുന്നത്, വെള്ളപ്രാവ് വന്നിരുന്നത് നിങ്ങൾ കണ്ടോ എന്ന്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒരു വെള്ളപ്രാവ് വന്നിട്ടുണ്ടായിരുന്നിട്ട് അത് പറന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രാവ് വന്നിരുന്നിട്ട് പറന്നു പോയെങ്കിൽ ഞങ്ങളൊക്കെ കാണില്ലേ എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുകയാണ് പരിശുദ്ധ ഷെസ്റ്റോക്കോവയിലെ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം എനിക്കിത് ഒരടയാളമായിട്ട് കാണിച്ചു തന്നതാണെന്ന്. പ്രാവ് പോകുന്നത് ഞാൻ കാണാതിരിക്കുകയാണോ അതോ എന്താണ് എന്നെനിക്കറിയില്ല. എങ്കിലും ഞാൻ സന്തോഷവതിയാണ്. കാരണം പ്രാർത്ഥിച്ചാൽ അമ്മ ഉടനടി വരും എന്ന് പൂർണ്ണ ബോധ്യമായി. നിങ്ങളും ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ജപമാല ചൊല്ലി സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ചിന്തിച്ച് ധ്യാനിച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാം. ഒരു നന്മ നിറഞ്ഞ മറിയമേ ധ്യാനിച്ച് ചൊല്ലിയ ഒരു പാപിയുടെ മേൽ ഞാൻ എൻ്റെ ഒരു തുള്ളി രക്തം വീഴ്ത്തുമെന്നാണ് സിസ്റ്റർ നത്താലിയായോട് ഈശോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ധ്യാനിച്ച് ചൊല്ലിയാൽ ഞാൻ ഒരു ശുദ്ധീകരാത്മാവിന് ആശ്വാസം കൊടുക്കും എന്നും അരുളി ചെയ്തിട്ടുണ്ട്. നമുക്കിത് മനസ്സിൽ വയ്ക്കാം. നമ്മുടെ അമ്മയെ സ്തുതിക്കാം, വണങ്ങാം. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി പാപപരിഹാരമായിട്ട് കാഴ്ചവയ്ക്കാം. പരിശുദ്ധ ഷെസ്റ്റോക്കോവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.